പേഷ്യൻറ്റിനെ കയ്യിൽ കിട്ടി. അപ്പോൾ ഡോക്ടേഴ്സ് ആദ്യം എക്സാമിൻ ചെയ്തു, പെട്ടെന്ന് നോക്കി പറഞ്ഞു ഹോപ്പ്ലെസ് ആണ്, നമുക്ക് ഇനി രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എമർജൻസിയുടെ ഫ്രണ്ടിൽ വന്നു ഞങ്ങളുടെ അടുത്ത് നന്ദി പറയാൻ. അങ്ങനെ സിസ്റ്റർ ബിൻസി ജോയി. അതെ, സിസ്റ്റർ ബിൻസി ജോയി. നമസ്കാരം. ഒരു നഴ്സ് ഒരു രോഗിയുടെ ശാരീരിക അസുഖം മാത്രമല്ല, മറിച്ച് മനസ്സിന്റെയും ആത്മാവിന്റെയും ഹൃദയത്തിന്റെയും മുറിവുണക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു കംപ്ലീറ്റ് ശുശ്രൂഷ ലഭിച്ച ഒരു പേഷ്യന്റ് ആ സിസ്റ്ററിന്റെ പേര് മറന്നുപോയാലും ഒരിക്കലും അവർ നൽകിയ ശുശ്രൂഷ മറക്കില്ല. മായ ആഞ്ചലോ എന്ന അമേരിക്കൻ കവയിത്രി നഴ്സുമാരെ പറ്റി പ്രതിപാദിച്ചതാണ്. രാജഗിരി ഹോസ്പിറ്റലിന്റെ നഴ്സിംഗ് ടീം ഒരുക്കുന്ന ഏഞ്ചൽസ് വോയിസ് പോഡ്കാസ്റ്റിന്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആൽഫ ട്രീസ കുര്യൻ, രാജഗിരി ഹോസ്പിറ്റലിലെ രജിസ്ട്രേഡ് നഴ്സായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് രാജഗിരി ഹോസ്പിറ്റൽ അനവധി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ യൂണിറ്റ് മാനേജറും അതേപോലെ തന്നെ പിക് ലൈൻ ആൻഡ് കീമോപോർട്ട് ഇൻസർഷൻ ട്രെയിനറുമായ സിസ്റ്റർ ബിൻസി ജോയ് ആണ്. സിസ്റ്റർ, നമ്മുടെ പോഡ്കാസ്റ്റിന്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം. താങ്ക് യു. എങ്ങനെ പോകുന്നു മാം നഴ്സിംഗ് ജീവിതമൊക്കെ? നഴ്സിംഗ് അടിച്ചു പൊളിച്ചു പോകുന്നു. മാം എങ്ങനെയാണ് മാം നഴ്സിംഗ് ആണ് എന്റെ പ്രൊഫഷൻ എന്ന് ചൂസ് ചെയ്തു? മാം നഴ്സിംഗ് ആണ് എൻ്റെ പ്രൊഫഷൻ എന്ന് ആദ്യമേ ചൂസ് ചെയ്തിട്ടില്ല. നമ്മൾ എല്ലാവരെയും പോലെ ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ മെയിൻ ആയിട്ടുള്ള 2 ആഗ്രഹങ്ങളായിരുന്നു. ഒന്നെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം, പിന്നെ അല്ലെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനർ ആവണം. 2 ധ്രുവങ്ങളിലുള്ള ആഗ്രഹങ്ങളായിരുന്നു. അപ്പം ഞാൻ ജനിച്ച് വളർന്നത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരുന്നു. അപ്പം നമ്മളുടെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത് വേണമല്ലോ നമ്മൾ ആഗ്രഹിക്കാൻ. അങ്ങനെയാണ് 2 ആഗ്രഹങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഈ പ്ലാൻ എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം. നമ്മൾ ഫിലിമൊക്കെ കണ്ട് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മളതിലേക്ക് വന്നത്. അത് ആദ്യമേ തന്നെ ഫ്ലോപ്പായി പോയി. പിന്നെ മുളയിലേ നുള്ളിക്കളഞ്ഞു. പ്ലാൻ ബിയിലേക്ക് എത്താൻ വേണ്ടി ആദ്യമേ ഉള്ള ബേസിക് സ്റ്റെപ്പ് സ്റ്റിച്ചിങ് പഠിക്കുക, എംബ്രോയ്ഡറി പഠിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് 10ന്റെ റിസൾട്ട് വന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്, ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. പിന്നെ പേരൻസും പിന്നെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കൂടി നമുക്കൊരു ഓപ്ഷൻ പറഞ്ഞു, ഇപ്പോഴേ സ്റ്റിച്ചിങ് അതൊന്നും നടക്കില്ല, നല്ല പ്രൊഫഷണൽ കോഴ്സുകൾ എന്തെങ്കിലും എടുത്ത് പഠിക്കണം, കുടുംബം രക്ഷപ്പെടണം, പെട്ടെന്ന് ജോലി കിട്ടണം, അങ്ങനെ ഒരു ഓപ്ഷനൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പല ഓപ്ഷൻസ് തപ്പി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്ലാൻ സിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഇളയ ബ്രദറിന് ഒരു ചെറിയൊരു മെഡിക്കൽ എമർജൻസി വന്നത്. നമ്മളുടെ മെഡിക്കൽ ടേംസിൽ പറഞ്ഞാൽ ഇൻഡ്യൂസ് അസെപ്ഷൻ എന്ന് പറയും. അതായത് പേരൻസ് പറയുന്നത് കുടൽ മറിഞ്ഞു എന്നൊക്കെയാണ് പറയാം. അങ്ങനെ വളരെ സിക്കായിട്ടുള്ള ഒരു സ്റ്റേജിൽ അവനെ എടുത്തിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫുൾ വോമിറ്റ് ചെയ്ത് ആകെ ലൂസ് സ്റ്റൂളൊക്കെ വന്ന് ഭയങ്കര ഡേർട്ടി ആയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. കാരണം അന്ന് എങ്ങനെയെങ്കിലും ഈ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷനോടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളുടെ കുട്ടിയാണ് അല്ലെങ്കിൽ നമ്മളുടെ അനിയനാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അറപ്പും വെറുപ്പൊന്നുമില്ല. പുറമേ നിന്ന് കാണുന്ന ഒരാൾ ഓടി വന്ന് എടുക്കാനുള്ള ഒരു സ്റ്റേജിലല്ല നമ്മൾ അവിടേക്ക് ചെല്ലുന്നത്. പക്ഷേ അതെ, അത്രയ്ക്ക് വൊമിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം എമർജൻസിയിലോട്ട് ചെന്ന് നിന്ന വഴി യാതൊരു അറപ്പും വെറുപ്പും ഒന്നും ഇല്ലാതെ ഒരു നേഴ്സ് ചേച്ചി ഓടി വന്നിട്ട് എൻ്റെ അനിയനെ എടുത്ത് നേരെ എമർജൻസിയിലോട്ട് കൊണ്ടുപോകുന്നു. ഓടി നടന്ന് അവനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പെട്ടെന്ന് ഇതാവുന്നു. അങ്ങനെ അവൻ റിക്കവറായി വന്നു. അന്ന് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്, യാതൊരു അറപ്പും വെറുപ്പും ഇല്ലാതെ നമുക്ക് വന്ന് ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഒറ്റ ഇൻറ്റൻഷൻ മാത്രം എടുത്തുകൊണ്ട് ഓടി വന്ന് ചെയ്ത ആ ഒരു നഴ്സിനെ ഞാൻ അന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാൻ സിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിലായിരുന്നല്ലോ. അപ്പോൾ വിചാരിച്ചു നമ്മളുടെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു പ്രൊഫഷൻ ആയിരിക്കും നഴ്സിംഗ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുടുംബം രക്ഷപ്പെടണം, ജോബ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ വെച്ച് നോക്കുമ്പം ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാമെന്ന് അന്നേ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ സിസ്റ്റർ ബിൻസി ജോയി. അതെ, സിസ്റ്റർ ബിൻസി ജോയി. മാം ഇപ്പം ഞാൻ അറിഞ്ഞനുസരിച്ച് മാമിന് ഒരു 9 വർഷത്തോളം ഇവിടെ രാജഗിരി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ? അതെ, രാജഗിരിയിൽ ഒരു 9 വർഷം 10 വർഷം ആവാൻ പോകുന്നു. മൊത്തം ഒരു 15 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ്. 15 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ്. അപ്പം ഇത്രയും കാലം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് എന്തായാലും ജീവിതത്തിൽ നമുക്ക് നഴ്സിംഗിലോട്ട് കിടക്കുമ്പോൾ ഒത്തിരി അനുഭവങ്ങളുണ്ടാവും. ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതും എന്നാൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ. ഇത്രയും കാലമായിട്ട് ഇപ്പോഴും മാമിന്റെ മനസ്സിൽ എപ്പോൾ ഓർത്താലും ആ സന്തോഷത്തോടെ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് കാണുമല്ലോ? ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് മൊമെന്റ്സുകളുണ്ട്. അപ്പം പ്രത്യേകിച്ച് നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ചിട്ട് ഒരുപാട് മൊമെന്റ്സുകൾ നമുക്കുണ്ടാവും. എന്നാലും നമ്മുടെ ഒരു കരിയർ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് എപ്പോഴും നമ്മൾ മനസ്സിലുണ്ടാവും. കിട്ടുന്ന ഒരു അപ്രിസിയേഷനും. അതെ, അപ്രിസിയേഷനും പിന്നെ ആ ഒരു ഇത് നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും. ഞാൻ നഴ്സിംഗ് കരിയർ തുടങ്ങി 3 വർഷമാകുന്ന സമയത്ത്
എമർജൻസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ഓട്ടോ ഡ്രൈവർ ഒരു പേഷ്യൻറ്റിനെ കൊണ്ട് എമർജൻസിയിൽ വന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പേഷ്യൻറ്റിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പേഷ്യൻറ്റിന് പൾസില്ല, ശ്വാസം നിലച്ചിരിക്കുകയാണ്. നമ്മൾ ECG എടുത്ത് നോക്കുമ്പം ECGയിൽ ജീവൻ്റെതായിട്ടുള്ള പ്രത്യേകിച്ച് ഒരു ചേഞ്ചസും കാണുന്നില്ല, ഒരു ഹോപ്പും ഇല്ല. അന്നത്തെ എൻ്റെ അവസ്ഥ എന്ന് പറയുമ്പം നമ്മൾ ഈ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്തൊരു ഓപ്ഷനാണ് ACLS എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷൻ. അങ്ങനെ ഒരു ACLSൻ്റെ കോഴ്സ് കഴിഞ്ഞ് വന്ന ഒരാഴ്ച ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പേഷ്യൻറ്റിനെ കയ്യിൽ കിട്ടി. അപ്പോൾ ഡോക്ടേഴ്സ് ആദ്യം എക്സാമിൻ ചെയ്തു, പെട്ടെന്ന് നോക്കി പറഞ്ഞു ഹോപ്പ്ലെസ് ആണ്, നമുക്ക് ഇനി രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ഒന്നും കൂടി ഒന്ന് തീരുമാനിച്ചു. അപ്പം ഹിസ്റ്ററി എടുത്തപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഓട്ടോ ഡ്രൈവറാണ്. പേരൻസ് അവരുടെ വീട്ടുകാരൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല, വഴിയിൽ എവിടെയോ വീണ് കിടക്കുന്നത് എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഫുൾ ടീം വിചാരിച്ചു എന്തായാലും ഒരു ശ്രമം നടത്തി നോക്കാം. നമ്മൾ പെട്ടെന്ന് തന്നെ റെസിസ്റ്റേഷൻ എഫേർട്സ് സ്റ്റാർട്ട് ചെയ്തു. CPR കൊടുത്തു. ഒരു 3 സൈക്കിൾ CPR കഴിഞ്ഞപ്പോൾ പേഷ്യൻ്റ് പെട്ടെന്ന് പൾസ് വന്നു, ശ്വാസം വന്നു, ECGയിൽ നോർമൽ റിതം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിപ്പോയി. കാരണം ACLS പഠിക്കുമ്പോൾ തിയറിയിൽ നമ്മളിങ്ങനെ പറയും അത് ചെയ്താൽ ഇത് വരും, ഇത്ര സമയത്തിനുള്ളിൽ പേഷ്യൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് തിയറിയിൽ പറയുന്നതല്ലാതെ നമുക്കതിന് എക്സ്പീരിയൻസ് ചെയ്ത അനുഭവമില്ല. പക്ഷേ വൺസ് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പം അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിപ്പോയി. അങ്ങനെ പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിൽ ഇട്ടു, ICUയിൽ വിട്ടു. പിന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ മറന്നു. ഒരു 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ എമർജൻസി ട്രയാജിൽ നിൽക്കുന്ന സമയത്ത് ആ പേഷ്യൻറ്റ് ഡിസ്ചാർജായി. പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ, ഫാമിലി മെമ്പേഴ്സും പേഷ്യൻറ്റും കൂടെ എമർജൻസിയുടെ ഫ്രണ്ടിൽ വന്നു ഞങ്ങളുടെ അടുത്ത് നന്ദി പറയാൻ. അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ഉള്ളൊരു മൊമെന്റ് ആയിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലേ മാം ഒത്തിരി റോളുകൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് നഴ്സിംഗ് ഫീൽഡിൽ ഒത്തിരി പുതിയ റോളുകൾ വരുന്നുണ്ട്, പുതിയ ട്രെൻഡുകൾ ഒരുപാടുണ്ട്. നമുക്ക് പണ്ടത്തെ നഴ്സിംഗ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ നഴ്സിംഗിൽ ഒരുപാട് അഡ്വാൻസ്ഡ് പ്രാക്ടീസസ് ഉണ്ട്, ഒരുപാട് അഡ്വാൻസ്ഡ് ട്രെയിനിങ്ങുകൾ നടത്തുന്നുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മാം തന്നെയാണെങ്കിൽ ഒരു പിക്ലൈൻ നഴ്സ് സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പം മാം ഇപ്പം എങ്ങനെയാണ് ഈ സ്പെഷ്യാലിറ്റിയിലോട്ട് വന്നത്? മാം പഠിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ സ്പെഷ്യാലിറ്റികളും ഒരുപോലെ പഠിക്കും. പക്ഷേ ഞാൻ എൻ്റെ ഒരു പേഴ്സണലി പഠിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും പഠിക്കാതെ പോയൊരു സ്പെഷ്യാലിറ്റിയാണ് ഓങ്കോളജി. അത് കാരണം ഓങ്കോളജിയിൽ ഈ നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഓങ്കോളജി പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെന്നുള്ളത് മനസ്സിലായത്. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു അവസാന വാക്കല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞൊരു നിമിഷമായിരുന്നു. അല്ലെങ്കിൽ ഓങ്കോളജി നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് സേഫായിട്ട് ഈ കീമോതെറാപ്പി മരുന്നുകൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, ഇൻഫ്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഓങ്കോളജി സെറ്റിങ്സിൽ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മെയിനായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് IV ക്യാനിൽ. എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ നമ്മൾ ഞരമ്പിൽ കൂടെ സൂചി ഇട്ടിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ അത് റിമൂവ് ചെയ്ത് കളയുന്നു. പക്ഷേ അതിനുള്ള പ്രശ്നം ഈ കീമോതെറാപ്പി മരുന്നുകൾ കുറച്ച് കട്ടി കൂടിയ മരുന്നുകളാണ്. ഈ മരുന്നുകൾ വെയിനിന്റെ പുറത്തേക്ക് പോയി കോശങ്ങൾക്ക് ഡാമേജ് വരുത്തുക കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്നുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല 2 ഡിവൈസുകളായിരുന്നു പിക്ലൈൻ ആൻഡ് കീമോപോർട്ട് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു പലർക്കും അതിനെക്കുറിച്ചൊന്നും അത്ര അറിവില്ല. സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ ഈ പിക്ലൈൻ എന്താ കീമോപോർട്ട് എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് അറിവുകളൊന്നുമില്ല. പക്ഷെ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പം കുറച്ചും കൂടി അവയർനെസ് കൂടിയിട്ടുണ്ട്. എന്നാലും ഇനിയും അവയർനെസ് വരാനുണ്ട്. നമുക്കിപ്പം ഓങ്കോളജി പേഷ്യൻസിന് മാത്രമല്ല, ഇപ്പം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻസ് അല്ലെങ്കിൽ ഇപ്പം ഒരു സിവിയർ ഇൻഫെക്ഷൻ വന്ന ഒരു പേഷ്യൻസിന്, അങ്ങനെയുള്ള രോഗികൾക്ക് ഏറ്റവും സേഫായിട്ട് നമുക്ക് നമ്മുടെ മരുന്നുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 2 ഉപകരണങ്ങളാണ് പിക്ലൈൻ കീമോപോർട്ട്. അപ്പോൾ മാം ഇത്തരം ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് വന്നല്ലോ. എനിക്ക് തോന്നുന്നു മാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി റോളുകൾ വഹിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയിലോട്ട് വന്നപ്പം മാമിന് ആ ഒരു ചേഞ്ച് എന്തൊക്കെ ഫീൽ ചെയ്തു? ഒരു നഴ്സിംഗ് പ്രൊഫഷനിൽ വന്ന ചേഞ്ച്? നഴ്സിംഗ് പ്രൊഫഷനിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ജനറൽ നഴ്സിംഗ് പ്രാക്ടീസുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സ്പെഷ്യാലിറ്റികൾ പണ്ട് ഉണ്ടായിരുന്നെങ്കിലും ഇത്രത്തോളം ഒരു പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം ഒരു കൃത്യത വേണ്ട, പണ്ടും കൃത്യത വേണ്ടതായിരുന്നു. ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റും നമ്മൾ കൊടുക്കുന്ന കെയറുകളും അത്രത്തോളം കൃത്യത വേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനറൽ നഴ്സിംഗ് പ്രാക്ടീസിനേക്കാളും കുറച്ചും കൂടി നല്ലതായിട്ട് നമുക്ക് തോന്നുന്നത് ഒരു സ്പെഷ്യാലിറ്റി വൈസ് നഴ്സിംഗ് ആണ്. അപ്പോൾ സ്പെഷ്യാലിറ്റി നഴ്സിംഗുകൾ ഒരുപാട് വന്നെങ്കിലും ബെഡ് സൈഡ് നഴ്സസിന് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ അതൊക്കെ
കുറച്ച് സ്പെഷ്യാലിറ്റി നഴ്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും കൂടെ വരുമ്പം അത്രത്തോളം ക്വാളിറ്റി ഉള്ള നഴ്സിംഗ് കെയർ നമുക്ക് കൊടുക്കാൻ അതെ, പറ്റും. മാം ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ 2025 നഴ്സസ് ഡേ തീം എന്ന് പറയുന്നത് അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ കെയറിംഗ് ഫോർ നഴ്സസ് nurses. സ്ട്രെങ്തൻസ് ഇക്കോണമീസ്. അതെ, അതെ, സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് നഴ്സ് പരിപാലിക്കുന്നു എന്ന രീതിയിലാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നഴ്സിനെ പരിപാലിക്കണം എന്നൊരു ഇതിൽ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പെഷ്യാലിറ്റികളൊക്കെ ഫോം ചെയ്യുമ്പം അതെന്തുകൊണ്ടും ഒരു നഴ്സിന്റെ ജോബ്, Workload കുറയ്ക്കുക. അതെ, വർക്ക് ലോഡ് കുറയ്ക്കുന്നു, അതേപോലെ നഴ്സിന് ഹെൽപ്പ് ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ അതെ അതെ. ആരോഗ്യ സംവിധാനത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് നഴ്സസ് ആണ്. അതെ. നട്ടല് എന്നൊക്കെ പറഞ്ഞ് നിന്നാലും ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നഴ്സസിന് ഇപ്പോൾ പേഴ്സണലി കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടാവും, മാനസികമായിട്ടുള്ള ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവരായിരിക്കും. ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുപോകാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് നമ്മുടെ നഴ്സസ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഒരു ഹെൽത്ത് കെയർ സംവിധാനത്തിൽ വന്നു കഴിയുമ്പം ഒരു ഇൻവിസിബിൾ ആയിട്ട് നടക്കുന്ന ഒരു വർക്ക് ഫോഴ്സാണ് നഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു നല്ല പിന്തുണ എപ്പോഴും ലഭിക്കേണ്ടതുണ്ട്. ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിൻ്റെ ഒരു സപ്പോർട്ടോടെ കൂടിയാണ് നമ്മളെപ്പോഴും നഴ്സസ് വർക്ക് ചെയ്യുന്നത്. നല്ല പിന്തുണയോടെ ആരോഗ്യപരമായിട്ടുള്ള സംവിധാനത്തിലൂടെ പോകുന്ന ഒരു നഴ്സിൽ നിന്ന് കിട്ടുന്ന നഴ്സിംഗ് കെയറും അത്രത്തോളം ക്വാളിറ്റി ഉള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്വാളിറ്റി ഉള്ള നഴ്സിംഗ് കെയർ കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി രോഗികൾ പെട്ടെന്ന് റിക്കവറായി പോകും. നമുക്കത് ഡോക്ടേഴ്സ് പ്ലാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാൻ അത്രത്തോളം എഫക്റ്റീവായിട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി രോഗികൾ പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുത്ത് ഡിസ്ചാർജ് ആവുന്നു. ആരോഗ്യമുള്ളൊരു സമൂഹമുള്ളപ്പം ആ നാട്ടിൻ്റെ സമ്പദ് വ്യവസ്ഥ ഉറപ്പായിട്ടും മുന്നോട്ട് തന്നെയായിരിക്കും പോകുക. അതെ, അങ്ങനെ നമുക്ക് എക്കോണമിയെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. പിന്നെ കേരളത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എബ്രോഡ് പോകുന്ന നഴ്സസിന്റെ ഇന്ന് വളരെ സമ്പദ്ഘടനയിൽ ഒരുപാട് കൂടുതലുണ്ട്. അതേപോലെ തന്നെ മാം ഇപ്പൊ മാം ഒരു സ്പെഷ്യാലിറ്റിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ മാം ആദ്യം എന്നെ പോലെ ഒരു ജൂനിയർ നഴ്സായിരുന്നു. അപ്പൊ ഇത്തരത്തിലൊരു മാറ്റം വരുമ്പം, അപ്പൊ ഒരു ജൂനിയർ നഴ്സിൽ നിന്ന് ഒരു സ്പെഷ്യാലിറ്റി നഴ്സിലേക്ക് വരുമ്പം മാമിന് സാറ്റിസ്ഫാക്ഷൻ ഏതിലാണ് കൂടുതൽ കിട്ടുന്നത്? അങ്ങനെ പറയുമ്പോൾ ഒരു ബെഡ് സൈഡ് നഴ്സ് സ്പെഷ്യാലിറ്റി നഴ്സിന് ഡിഫറൻസ് വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഡിഫറൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ നമ്മളെപ്പോഴും നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ, എത്രയൊക്കെ സ്പെഷ്യാലിറ്റികൾ വന്നാലും നമ്മളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് പേഷ്യൻറ്റിന്, നമ്മുടെ മുന്നിൽ വരുന്ന രോഗികൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പേഷ്യൻ്റ് ആണ് നമ്മളുടെ എപ്പോഴും പ്രയോറിറ്റി, എത്ര സ്പെഷ്യലൈസേഷൻസ് വന്നാലും. അപ്പോൾ ബെഡ് സൈഡിൽ നിൽക്കുന്ന ഒരു ജനറൽ പ്രാക്ടീസ് ചെയ്യുന്ന നഴ്സിൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കാൻ ഈ സ്പെഷ്യാലിറ്റി നഴ്സും കൂടി കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോഴാണ് ക്വാളിറ്റി ഉള്ള നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ബെഡ് സൈഡ് നഴ്സിംഗ് ആണെങ്കിലും സ്പെഷ്യാലിറ്റി നഴ്സിംഗ് ആണെങ്കിലും പേഷ്യൻറ്റിൻ്റെ അടുത്ത് ചെന്ന് അവരുമായിട്ട് ഇടപഴകി നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. മാം രണ്ടിലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. മാം ഇപ്പം ഞങ്ങളെ പോലുള്ള ഒത്തിരി ജൂനിയർ നഴ്സസ്, ജെൻസെറ്റ് പിള്ളേരൊക്കെ നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കാം. കാരണങ്ങൾ പലതുണ്ട്. എബ്രോഡുള്ള ഓപ്പർച്യൂണിറ്റീസും കൂടുതൽ റോൾസ് ഒക്കെ ഉദ്ദേശിച്ചിട്ടാവാം. പക്ഷേ ഇപ്പം ഞങ്ങളെപ്പോലെ പഠിച്ചു വളരുന്ന പുതിയ നഴ്സസിനോട് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള അനുഭവങ്ങളുള്ള ഒരു സീനിയർ നഴ്സ് എന്ന നിലയിൽ അവരോട് എന്താണ് മാം പറയാനുള്ളത്? ജൂനിയേഴ്സിനോട് എപ്പോഴും പറയാനുള്ളത് വലിയ ഉപദേശമൊന്നുമില്ല, എന്നാലും നമുക്ക് പറയാനുള്ളൊരു കാര്യമുള്ളൂ. ഒരുപാട് ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് അഡ്വാൻസ്ഡ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ലേറ്റസ്റ്റ് AI ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾ വരുന്നു. ഈവൻ ഒരു ഹ്യൂമനെ റീപ്ലേസ് ചെയ്തിട്ട് വേണമെങ്കിൽ കെയർ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു കമ്പാഷനേറ്റ് കെയർ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ടച്ച് എപ്പോഴും അതൊരു റീപ്ലേസ് ചെയ്യാതെ അതൊന്ന് പ്രിസർവ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പറയാനുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ കയ്യിലോട്ട് വെച്ച് തരുന്ന ഒരു ജീവനാണ്. ആ ജീവൻ നമുക്ക് നഷ്ടപ്പെടുത്താൻ ഒരു അവകാശവുമില്ല. അതിനെ എത്രത്തോളം ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളുടെ കയ്യിൽ നിന്ന് പിഴവുകൾ വരുത്താതെ ആ ജീവനെ നിലനിർത്തി അവരുടെ ആരോഗ്യം വീണ്ടെടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും അൾട്ടിമേറ്റ് ഉത്തരവാദിത്തം. അപ്പോൾ അത് നന്നായി നിർവഹിക്കുക. മാം നല്ലൊരു മെസ്സേജാണ് ഞങ്ങൾക്ക് നൽകിയത്. മാം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചു തരുന്ന ജീവനെ പൊന്നുപോലെ കാത്ത് ഒരു പുതുജീവനാക്കാൻ ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നതായിരിക്കും. ഇത്രയും നേരം ഞങ്ങളോട് മാമിൻ്റെ എക്സ്പീരിയൻസസും നോളജസും ഒക്കെ ഷെയർ ചെയ്തതിന് ഒരുപാട് താങ്ക് യു മാം. കരുതലിൻ്റെ കഥകൾ പറയുന്ന ഏഞ്ചൽസ് വോയിസിന്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.